കാടാമ്പുഴയിൽ രക്ഷിതാക്കൾ ചികിത്സ നൽകാത്തതിനെ തുടർന്ന് മരിച്ച 1 വയസ്സുകാരന്റെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യും. സംഭവത്തിൽ കാടാമ്പുഴ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിരുന്നു. ജംഷീർ കൊടിഞ്ഞി വിവരങ്ങൾ നൽകും. ജംഷീർ, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അനീഷ, ഈ കുഞ്ഞിന്റെ മൃതദേഹം അല്പസമയത്തിനകം തന്നെ പുറത്തെടുക്കും. പുറത്തെടുത്തതിനു ശേഷം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ എത്തിച്ച് അവിടെ നിന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യുമെന്നുള്ളതാണ്. പെരിന്തൽമണ്ണ RDOയുടെ സാന്നിധ്യത്തിലായിരിക്കും മൃതദേഹം പുറത്തെടുക്കുക എന്നുള്ളതാണ്. ഈ മരണകാരണം എന്താണെന്ന് സംബന്ധിച്ച് ഒരു കൃത്യത വരേണ്ടതുണ്ട്. അതിനുവേണ്ടി കൂടിയാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിലേക്ക് നീങ്ങുന്നത് എന്നുള്ളതാണ്. പ്രധാനമായും ഈ ബന്ധുക്കൾ പറഞ്ഞത്, നേരത്തെ നമ്മൾ ബന്ധുക്കളോട് സംസാരിച്ചപ്പോൾ ബന്ധുക്കൾ പറഞ്ഞത് കുഞ്ഞ് പാല് കുടിക്കുന്നതിനിടെ കുഴഞ്ഞു വീണ് മരിച്ചു എന്നുള്ളതാണ്. അതേസമയം കുഞ്ഞിന്റെ മാതാവിന്റെ മൊഴി പ്രകാരം പാല് കൊടുത്തതിനു ശേഷം കുറെ സമയം കഴിഞ്ഞതിന് ശേഷമാണ് കുഞ്ഞ് മരിച്ചത് എന്നുള്ളതാണ്. ഈ നേരത്തെ കുഞ്ഞിന് മഞ്ഞപ്പിത്തം ഉൾപ്പെടെയുള്ള രോഗം ഉണ്ടായിരുന്നു. കുഞ്ഞിന്റെ പിതാവ് നൽകിയ മൊഴി പ്രകാരം അത് കുറെ മുൻപ് പെരുന്നാൾ സമയത്തായിരുന്നു മഞ്ഞപ്പിത്തം ഉണ്ടായിരുന്നത്. ആ അസുഖം പിന്നീട് പൂർണ്ണമായും ഭേദമായിരുന്നു. ഇപ്പോൾ നിലവിൽ യാതൊരു വിധത്തിലുള്ള അസുഖവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് കുഞ്ഞിന്റെ പിതാവ് നൽകിയിട്ടുള്ള മൊഴി. അത്തരത്തിൽ ഈ മരണത്തിന്റെ കാരണം എന്താണെന്ന് സംബന്ധിച്ചൊരു അവ്യക്തത നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇനി പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങുന്നത് എന്നുള്ളതാണ്. ഏതായാലും ഈ സംഭവത്തിൽ ഇപ്പോൾ കാടാമ്പുഴ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. കുഞ്ഞിന് മാതാപിതാക്കൾ കൃത്യസമയത്ത് ചികിത്സ നൽകാത്തതാണ് മരണകാരണം എന്നുള്ള പരാതിയാണ് ഉയർന്നിരുന്നത്. ഈ സംഭവത്തിലാണ് ഇപ്പോൾ പോലീസും അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ ആരോഗ്യവകുപ്പും ഇതിനകത്ത് കൃത്യമായ ഇടപെടൽ നടത്തുന്നുണ്ട്. അനീഷ.